വേണ്ടി ഇനി വന്നു. ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഇനി വന്നെന്ന്. ചേട്ടാ എന്റെ പുറത്തിരിക്കില്ലേ? മോദിക്കായി വിടുപണി ചെയ്യൂ, RSSന് വിടുപണി ചെയ്യൂ, പിണറായി മൂരാച്ചി, തങ്കിക്കുട്ടി ശിവൻകുട്ടി, തങ്കിക്കുട്ടി ശിവൻകുട്ടി, RSSന് വിടുപണി ചെയ്യൂ, തങ്കിക്കുട്ടി ശിവൻകുട്ടി, പിണറായി വിജയ മൂരാച്ചി, രാജിവെക്കോ പുറത്തു പോകൂ, അവിടെ നിന്ന് അങ്ങോട്ട് പോണ്ട. പ്രിയമുള്ളവരെ, KSUവിന്റെ ജില്ലാ ഉപാധ്യക്ഷൻ ബൈജു, ജില്ലാ ഉപാധ്യക്ഷയായിട്ട് വൈഷ്ണ, ജില്ലാ ജനറൽ സെക്രട്ടറി അല്ലസ്വാദ് അടക്കമുള്ള KSUവിന്റെ ജില്ലാ ഭാരവാഹികൾ, പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള സമരവുമായി കേരള വിദ്യാർത്ഥി യൂണിയന് ഇവിടെ നിന്ന് കടന്നു വരാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ഇന്ന് പത്തനംതിട്ടയിൽ വെച്ച് KSUവിന്റെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ പോലും ഇത്തരത്തിലുള്ള മിന്നൽ സമരവുമായി ഈ വിഷയത്തിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് KSUവിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്രയും സമരവുമായിട്ട് കടന്നു വന്നിട്ടുള്ളത്. പത്തനംതിട്ടയിൽ നടക്കുന്ന നമ്മുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇന്ന് നടന്ന പ്രമേയ ചർച്ചയിലും ഇന്ന് നടത്തിയിട്ടുള്ള ചർച്ചകളിലടക്കം തീരുമാനമായിക്കൊണ്ട് വരും ദിവസങ്ങളിൽ ഈ പറയുന്ന സംഘപരിവാറിന്റെ നാവായി മാറിക്കൊണ്ട് സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുന്ന ഈ സർക്കാരിനെതിരെ, കേരളത്തിന്റെ സംഘപരിവാറിന്റെ മുഖമായി മാറുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയുള്ള സമര പോരാട്ടങ്ങളുമായി KSU മുന്നോട്ട് പോകുമെന്നുള്ളത് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് ഈ മിന്നൽ സമരവുമായി ഇവിടത്തേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ട് നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കഴിഞ്ഞ 1 മാസത്തിന്റെ ഇടവേളയിൽ സന്ദർശിച്ച് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ട RSSന്റെ അജണ്ടകളെ പറ്റിയും BJPയുടെ അജണ്ടകളെ പറ്റിയുമുള്ള BJPയുടെയും CPMന്റെയും ഡീലാണ് ഈ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി.
ഇന്ന് വരെ നടത്താൻ തയ്യാറാകാതെ ഇപ്പോൾ 1500 കോടി രൂപയുടെ ഈ കണക്ക് പറഞ്ഞ് അത്രയും രൂപയില്ലെങ്കിൽ പോലും ആ രൂപയുടെ കണക്ക് പറഞ്ഞ് ഇവിടെ വരുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് ഈ പൈസയുടെ കണക്ക് പറഞ്ഞ് കടന്നു വരികയാണ്. സൂചിപ്പിക്കാനുള്ളത് ഇത് കേവലം 1500 കോടി രൂപയുടെ ഡീലല്ല. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ CPM-ന് ക്രോസ് വോട്ട് ചെയ്യാനുള്ള BJP-യുടെ ഡീലാണ് ഇതെന്നുള്ളത് നമുക്ക് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഡീലിന്റെ ഭാഗമായിട്ടുള്ള CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ധൃതിപ്പെട്ട് മുന്നണിയെ പോലും അറിയിക്കാതെ ഈ മന്ത്രിസഭയെ പോലും പരിഗണിക്കാതെ ഇത്തരത്തിൽ ഒരു ഒപ്പിട്ട ഈ കരാറിലേക്ക് കടന്നിരിക്കുന്നത്. ഈ കേവലം 2 വർഷത്തേക്കുള്ള PM ശ്രീ പദ്ധതിയിലേക്ക് കടന്ന് കേരളത്തിലെ വിദ്യാലയങ്ങളെ, കേരളത്തിലെ സ്കൂളുകളെ RSSന്റെ ശാഖകളാക്കാമെന്ന് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖമായി നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ മുഖംമൂടിയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സംഘപരിവാറുകാരനായ പിണറായി വിജയൻ കരുതുന്നുണ്ടെങ്കിൽ ആ പണി കേരളത്തിൽ നടക്കില്ല എന്നുള്ളത് കേരള വിദ്യാർത്ഥി യൂണിയൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സംസ്ഥാനത്തിലെ വിദ്യാലയങ്ങളിലേക്ക് RSSന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, RSSന്റെ നിലപാടുകൾക്കനുസരിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളെയും മായ്ച്ചു കളഞ്ഞ്, ഇന്ത്യയുടെ ദേശീയ ബോധത്തെ മായ്ച്ചു കളഞ്ഞ് RSSന്റെ സംഘപരിവാറിന്റെ കാവ്യവൽക്കരണമായി മുന്നോട്ട് പോകാൻ ഇവിടുത്തെ ഭരണകൂടം RSSനെയും കേന്ദ്രം ഭരിക്കുന്ന BJP-യെ സഹായിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തുടർ സമരങ്ങളുമായി ഇതിനെതിരെ കേരള വിദ്യാർത്ഥി യൂണിയൻ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും രേഖപ്പെടുത്തി നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് KSU. കേരളത്തിൻ വിദ്യാഭ്യാസം RSSന് വിട്ടുകൊടുത്ത് ശിവൻകുട്ടിയും പിണറായോ രാജിവെച്ച് പോ പുറത്ത്.